ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ശ്രീ PSC വേഡിലേക്ക് സ്വാഗതം. വരാൻ പോകുന്ന കമ്പനി ബോർഡ്, ബെവ്കോ, VFA തുടങ്ങിയ മത്സര പരീക്ഷകൾക്കായിട്ട് തയ്യാറെടുക്കുന്നവർക്കായിട്ടുള്ള ക്ലാസ്സുകളാണ്. എല്ലാവരും ക്ലാസ്സുകൾ കേട്ടും കണ്ടുമൊക്കെ പഠിക്കുക, നമ്മൾ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ഇന്നും PYQ സെക്ഷനാണ്. ഒന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. തന്നിരിക്കുന്നവയിൽ സർദാർ വല്ലഭായ് പട്ടേൽ ചെയർമാനായ കമ്മിറ്റികൾ ഏതെല്ലാം? സർദാർ വല്ലഭായ് പട്ടേൽ ചെയർമാനായിട്ടുള്ള കമ്മിറ്റികൾ ഏതെല്ലാം? കുറച്ച് കമ്മിറ്റികൾ ഇവിടെ തന്നിട്ടുണ്ട്. അതിൽ പട്ടേൽ ചെയർമാനായിട്ടുള്ള കമ്മിറ്റി ഏതാണെന്ന് പറയണം. പ്രൊവിൻഷ്യൽ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി, സ്റ്റേറ്റ്സ് കമ്മിറ്റി ആൻഡ് സ്റ്റിയറിംഗ് കമ്മിറ്റി, ന്യൂനപക്ഷം ആൻഡ് ട്രൈബൽ കമ്മിറ്റി, മൗലികാവകാശ സബ് കമ്മിറ്റി. ഏതാണ് അതിനകത്ത് പട്ടേൽ ചെയർമാനായിട്ടുള്ള കമ്മിറ്റികൾ? 1ഉം 3ഉമാണ് അല്ലേ? അതായത് പ്രൊവിൻഷ്യൽ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റിയും ന്യൂനപക്ഷം ആൻഡ് ട്രൈബൽ കമ്മിറ്റിയും. അധ്യക്ഷൻ ആരാണ്? അത് സർദാർ വല്ലഭായ് പട്ടേലാണ് അല്ലേ? ഭരണഘടന നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ട് ഭരണഘടനാ നിർമ്മാണ സഭയിൽ പ്രധാനമായിട്ടും 22 കമ്മിറ്റികളുണ്ടായിരുന്നു. ഓക്കെ, അതിൽ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയാണ് ഏറ്റവും പ്രധാനം. ഓക്കെ, അപ്പോൾ നമുക്ക് ആ കമ്മിറ്റികളും അതിൻ്റെ ചെയർമാൻമാരെ പ്രധാനപ്പെട്ടതൊന്ന് നോക്കി പോകാം. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കമ്മിറ്റി എന്ന് പറയുന്നത്. അതിൻ്റെ അധ്യക്ഷൻ ആരാണ്? എല്ലാവർക്കും അറിയാം അല്ലേ? പരീക്ഷയ്ക്ക് എപ്പോഴും ചോദിക്കുന്നതാണ്. BR അംബേദ്കർ ആണ് അല്ലേ? BR അംബേദ്കർ ആണ്. സ്റ്റേറ്റ്സ് കമ്മിറ്റി ആണെങ്കിലോ, സ്റ്റേറ്റ്സ് കമ്മിറ്റി ചെയർമാൻ ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ്. സ്റ്റിയറിംഗ് കമ്മിറ്റി ആണെങ്കിലോ, സ്റ്റിയറിംഗ് കമ്മിറ്റി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ് അല്ലേ? സ്റ്റിയറിംഗ് കമ്മിറ്റി ആരാണ്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. മൗലികാവകാശ സബ് കമ്മിറ്റി ആരാണ്? JB കൃപലാനിയാണ് അല്ലേ? മൗലികാവകാശ സബ് കമ്മിറ്റി ചെയർമാൻ ആരാണ്? JB കൃപലാനിയാണ്. ഇപ്പം നമ്മൾ പറഞ്ഞു പ്രൊവിൻഷ്യൽ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി, അതാരാണ്? പട്ടേലാണ് അല്ലേ? സർദാർ വല്ലഭായ് പട്ടേലാണ്. ഒന്നുകൂടെ പറയാം. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി അംബേദ്കർ ആണ്, സ്റ്റേറ്റ്സ് കമ്മിറ്റി നെഹ്റു ആണ്, സ്റ്റിയറിംഗ് രാജേന്ദ്ര പ്രസാദ് ആണ്, മൗലികാവകാശ സബ് കമ്മിറ്റി JB കൃപലാനിയാണ്, പ്രൊവിൻഷ്യൽ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി സർദാർ വല്ലഭായ് പട്ടേലാണ്. ഒന്നാമത്തെ ക്വസ്റ്റിനും റിലേറ്റഡ് ഫാക്ട്സും ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. അടുത്ത ക്വസ്റ്റിനിലേക്ക് പോകാം. ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷനുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായവ തിരഞ്ഞെടുക്കുക. ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷനുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായവ തിരഞ്ഞെടുക്കുക. ഒന്നാമത്തെ പ്രസ്താവന, 1990-ൽ ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷൻ രൂപീകൃതമായി. ശരിയാണോ? 1990-ൽ ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷൻ രൂപീകൃതമായി. ശരിയാണോടാ? അത് തെറ്റാണ് അല്ലേ? തെറ്റാണ്. ആർട്ടിക്കിൾ 338B ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്നു. അത് ശരിയല്ലേ? ശരിയാണോ? അത് ശരിയാണല്ലേ? ആർട്ടിക്കിൾ 338B തന്നെയാണ്. ഓക്കെ, ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷന്റെ പ്രഥമ ചെയർമാൻ ഭഗവാൻ ലാൽ സാഹ്നി ആയിരുന്നു. ശരിയാണോ? ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷന്റെ പ്രഥമ ചെയർമാൻ ആയിരുന്നോ ഭഗവാൻ ലാൽ സാഹ്നി? തെറ്റാണ് അല്ലെ? തെറ്റായ പ്രസ്താവനയാണ്. ചെയർമാൻ ഉൾപ്പെടെ 5 അംഗങ്ങളാണ് ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷനിൽ ഉള്ളത്. ചെയർമാൻ ഉൾപ്പെടെ 5 അംഗങ്ങളാണ് ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷനിൽ. അത് ശരിയാണ്. അപ്പോൾ ഇവിടെ പ്രസ്താവനകൾ ഏതൊക്കെയാണ് ശരിയുള്ളത്? 2ഉം 4ഉം പ്രസ്താവനകൾ ശരിയാണ്. അതായത് ശരിയായ പ്രസ്താവനകൾ ഒന്നുകൂടെ പറയാം. ആർട്ടിക്കിൾ 338B ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. ചെയർമാൻ ഉൾപ്പെടെ 5 അംഗങ്ങളാണ് ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷനിലുള്ളത്. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാണ് ഒന്നാമത്തെ പ്രസ്താവന തെറ്റിയത്? ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷൻ 90-ലാണോ സ്ഥാപിതമായത്? അല്ല, അത് 93-ലാണ് അല്ലേ? 1993-ലാണ് ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷൻ രൂപീകൃതമാകുന്നത്. ഓക്കെ അല്ലേ? ഇനി പ്രസ്താവന 3ഉം തെറ്റാന്ന് നമ്മൾ പറഞ്ഞു. എന്തുകൊണ്ടാ? ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷൻ പ്രഥമ ചെയർമാൻ ഭഗവാൻ ലാൽ സാഹ്നി അല്ല, പിന്നെ ആരാണ്? ജസ്റ്റിസ് RN പ്രസാദ് ആണെന്ന് ഓർക്കുക. ജസ്റ്റിസ് RN പ്രസാദ് ആണ് ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷന്റെ പ്രഥമ ചെയർമാൻ. ഓക്കെ അല്ലേ? ഭരണഘടനാ പദവി ലഭിച്ച ശേഷം ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷന്റെ ചെയർമാനായി നിയമിതനായ ആളാണ് ഭഗവാൻ ലാൽ സാഹ്നി കേട്ടോ. ഭഗവാൻ ലാൽ സാഹ്നിക്ക് ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷനുമായിട്ട് എന്താണ് ബന്ധം? ഭരണഘടനാ പദവി ലഭിച്ച ശേഷം ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷന്റെ ആദ്യത്തെ ചെയർമാനാണ് ആര്? ഭഗവാൻ ലാൽ സാഹ്നി എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ പിന്നാക്ക വിഭാഗ കമ്മീഷന് ഭരണഘടനാ പദവി ലഭിച്ചത് എന്നായിരുന്നു? ഏത് വർഷമാണെന്നറിയാമോ? പിന്നാക്ക വിഭാഗ കമ്മീഷന് ഭരണഘടനാ പദവി ലഭിക്കുന്നത് 2018-ലെ 102-ാം ഭേദഗതിയിലൂടെയാണ്. ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നാക്ക വിഭാഗ കമ്മീഷന് ഭരണഘടനാ പദവി ലഭിക്കുന്നത് 2018-ലെ 102-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്. ഇനി എത്ര അംഗങ്ങൾ? ഈ അംഗങ്ങൾ 5 അംഗങ്ങളാണെന്ന് പറഞ്ഞു അല്ലേ? അപ്പോൾ കാലാവധി എത്രയാണെന്നറിയാമോ? ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷൻ അംഗങ്ങളുടെ കാലാവധി എന്ന് പറയുന്നത് 3 വർഷമാണ്. 3 വർഷം. ഓക്കെ, ഈ ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷൻ ചെയർമാനെ നിയമിക്കുന്നതോ? അത് രാഷ്ട്രപതിയാണ്. ഓക്കെ, ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷൻ ചെയർമാനെ നിയമിക്കുന്ന ആരാണ്? രാഷ്ട്രപതിയാണ്. ഇത്ര ഓക്കെ ആണോ? ഒന്നുകൂടെ പറയാം. 1993-ലാണ് ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷൻ രൂപീകൃതമാകുന്നത്.
എത്ര അംഗങ്ങളുണ്ട് ഉള്ള കമ്മിറ്റിയാണിത്? എത്ര അംഗങ്ങളുള്ള കമ്മീഷനാണ്? 5 അംഗങ്ങളാണ് അല്ലേ? ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷനിലെ ചെയർമാൻ ഉൾപ്പെടെ 5 അംഗങ്ങളാണ്. അങ്ങനെ പറയണം കേട്ടോ. നമ്മുടെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ പോലെ തന്നെ ചെയർമാൻ ഉൾപ്പെടെ അവിടെ ചെയർമാൻ ഉൾപ്പെടെ 6 അംഗങ്ങളാണ് അല്ലേ? ഇവിടെ ചെയർമാൻ ഉൾപ്പെടെ 5 അംഗങ്ങളാണ് കേട്ടോ. ചെയർമാനെ കൂടാതെ 4 അംഗങ്ങളും ചെയർമാൻ ഉൾപ്പെടെ 5 അംഗങ്ങൾ കേട്ടോ. ഓക്കെ അല്ലേ? ഇനി ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷന്റെ പ്രഥമ ചെയർമാൻ ജസ്റ്റിസ് RN പ്രസാദ് ആണെന്ന് ഓർക്കുക. ഭരണഘടനാ പദവി ലഭിച്ച ശേഷം ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷൻ ചെയർമാനാണ് ഭഗവാൻലാൽ സാഹ്നി. അതുപോലെ പിന്നാക്ക വിഭാഗ കമ്മീഷന് ഭരണഘടനാ പദവി ലഭിക്കുന്നത് 2018 102 ഭേദഗതി വഴിയാണെന്ന് ഓർക്കുക. ഈ അംഗങ്ങളുടെ കാലാവധി 3 വർഷമാണ്. ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷൻ അംഗങ്ങളുടെ കാലാവധി 3 വർഷമാണ്. ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷൻ ചെയർമാനെ നിയമിക്കുന്ന രാഷ്ട്രപതിയാണ്. അതുപോലെ ആർട്ടിക്കിൾ ഏതാണ്ടാ? ആർട്ടിക്കിൾ 338B ആണ്. ഇമ്പോർട്ടൻ്റ് ആണ്. ആർട്ടിക്കിൾ 338Bയിലാണ് ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷനെ കുറിച്ച് പറയുന്നത്. ഓക്കെ അല്ലേ? ഓക്കെ ആയി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. താഴെ തന്നിരിക്കുന്നതിൽ നിന്ന് മാർഗനിർദ്ദേശക തത്വങ്ങളിൽ പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ മാത്രം തിരഞ്ഞെടുക്കുക. താഴെ തന്നിരിക്കുന്നതിൽ നിന്ന് മാർഗനിർദ്ദേശക തത്വങ്ങളിൽ പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾസ് മാത്രം തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്നാമതായിട്ട് പറഞ്ഞിരിക്കുന്നത് ആർട്ടിക്കിൾ 43 ആണ്. ഓർത്തു നോക്കിയേ, DPSP അല്ലെങ്കിൽ മാർഗനിർദ്ദേശക തത്വങ്ങളിൽ വരുന്നതാണോ ആർട്ടിക്കിൾ 43? അതെ അല്ലേ? ശരിയാണല്ലേ? ആർട്ടിക്കിൾ 43 വിടുന്നതാണ്. ആർട്ടിക്കിൾ 43B ആണെങ്കിലോ? അതും ശരിയാണല്ലേ? 43 ഉണ്ടെങ്കിൽ പിന്നെ 43B അതിനകത്തല്ലേ വരുള്ളൂ. ഓക്കെ. ആർട്ടിക്കിൾ 36 അതിനകത്താണോ വരുന്നേ? ആണോ? DPSPയിലാണോ? അല്ല. ആണോ? അതെ അല്ലേ? ആർട്ടിക്കിൾ 36 വരുന്നത് DP. കാരണം നിർദ്ദേശക തത്വങ്ങൾ ആർട്ടിക്കിൾ 36 മുതൽ 51 ആന്ന് അറിയുന്ന ഒരാൾക്ക് ആർട്ടിക്കിൾ 36 എന്തിൽ വരുന്നതെന്ന് മനസ്സിലാകും? DPSPയിൽ വരുന്നതെന്ന് മനസ്സിലാവില്ലേ? ഓക്കെ. ആർട്ടിക്കിൾ 28 അല്ല. ആർട്ടിക്കിൾ 28 എന്ന് പറയുമ്പോൾ അത് മൗലികാവകാശങ്ങളിൽ പോകും അല്ലേ? ഓക്കെ. അപ്പോൾ ഇവിടെ ആൻസർ വരുന്ന 1, 2, 3 അതായത് ആർട്ടിക്കിൾ 43, 43B, ആർട്ടിക്കിൾ 36 ഇത് 3 എന്തിൽ വരുന്നതാണ്? DPSPയിൽ വരുന്നതാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു ആർട്ടിക്കിൾ 28 ഇതിനകത്ത് വരുന്നില്ല, അത് മൗലിക അവകാശങ്ങളിലാണ് വരുന്നതെന്ന് പറഞ്ഞു അല്ലേ? മൗലിക അവകാശങ്ങളിൽ എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്? മതസ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ടതാണ് അല്ലേ? മതസ്വാതന്ത്ര്യവുമായി 25 മുതൽ 28 വരെ മതസ്വാതന്ത്ര്യം പറയുന്നത്. അപ്പോൾ ആർട്ടിക്കിൾ 28 എന്ന് പറയുന്നത് മതസ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ടതാണ്. ഇനി ഭരണഘടനയിൽ DPSP അല്ലെങ്കിൽ മാർഗനിർദ്ദേശക തത്വം ഉൾപ്പെടുന്നത് ആർട്ടിക്കിൾ നമ്മൾ പറഞ്ഞു 36 മുതൽ 51 വരെയാണെന്ന് പറഞ്ഞു അല്ലേ? ആർട്ടിക്കിൾ 36 പറയുന്നത് എന്താണ്? ആർട്ടിക്കിൾ 36 സ്റ്റാർട്ടിങ്ങിൽ പറയുന്നത് മാർഗനിർദ്ദേശക തത്വങ്ങളുടെ നിർവചനമാണ്. എന്താണ് മാർഗനിർദ്ദേശക തത്വങ്ങൾ? അതിനെക്കുറിച്ച് പറയുന്നതാണ് ആർട്ടിക്കിൾ 36. ഓക്കെ. ഇനി ആർട്ടിക്കിൾ 43 എന്തായിരുന്നു? തൊഴിലാളികളുടെ ജീവിത വരുമാനത്തെ സംബന്ധിക്കുന്ന ആർട്ടിക്കിളാണ് 43. ആർട്ടിക്കിൾ 43 എന്താണ്? തൊഴിലാളികളുടെ ജീവിത വരുമാനത്തെ സംബന്ധിച്ചതാണ്. ഇനി 43B ആണെങ്കിലോ? 43B ആണെങ്കിലോ സഹകരണ സംഘങ്ങളുടെ ഉന്നമനമാണ് അല്ലേ? സഹകരണ സംഘങ്ങളുടെ ഉന്നമനത്തെ പറ്റിയാണ് ആർട്ടിക്കിൾ 43Bയിൽ പറയുന്നത്. ഓക്കെ അല്ലേടാ? കിട്ടുമല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ, യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷനെ സംബന്ധിച്ച പ്രസ്താവനകൾ വായിക്കുക. അതായത് UPSCയെ കുറിച്ച് തന്നിരിക്കുന്ന പ്രസ്താവനകൾ ശരിയായത് നോക്കാനാണ് പറഞ്ഞേക്കുന്നത്, ശരിയായത് തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞേക്കുന്നത്. ഒന്നാമത്തെ പ്രസ്താവന, ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം 315 മുതൽ 323 വരെ യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്നു. ശരിയാണോ? അത് ശരിയാണല്ലേ? അനുച്ഛേദം 315 മുതൽ 323 വരെയാണ് UPSCയെ കുറിച്ച് പറയുന്നത്. കറക്റ്റാണ്. യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ ഇന്ത്യയിലെ കേന്ദ്ര റിക്രൂട്ടിംഗ് ഏജൻസിയാണ്. ശരിയാണോ? അതും ശരിയാണല്ലേ? യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ എന്ന് പറയുന്നത് ഇന്ത്യയിലെ കേന്ദ്ര റിക്രൂട്ടിംഗ് ഏജൻസി തന്നെയാണ്. UPSC ഒരു സ്വതന്ത്ര ഭരണഘടനാ സ്ഥാപനമാണ്. ശരിയാണോ? UPSC എന്ന് പറയുന്നത് ഒരു സ്വതന്ത്ര ഭരണഘടനാ സ്ഥാപനമാണെന്ന് പറയുന്നു. ശരിയാണോ അത്? അതും ശരിയാണല്ലേ? അതും ശരിയാണ്. 1, 2, 3 എല്ലാം ശരിയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ശരിയായ പ്രസ്താവനകൾ ഒന്നുകൂടെ പറയാം. UPSCയെ സംബന്ധിച്ച ശരിയായ പ്രസ്താവനകളാണ് ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം 315 മുതൽ 323 വരെ. അതുപോലെ അപ്പോൾ ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം 315 മുതൽ 323 വരെ UPSC. അതുപോലെ യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ ഇന്ത്യയിലെ കേന്ദ്ര റിക്രൂട്ടിംഗ് ഏജൻസിയാണ്. UPSC എന്ന് പറയുന്ന സ്വതന്ത്ര ഭരണഘടനാ സ്ഥാപനമാണ്. ഓക്കെ. നമുക്കറിയാം ഭരണഘടന UPSC എന്ത് പറഞ്ഞാണ് വിശേഷിപ്പിക്കുന്നത്? ഇന്ത്യയിലെ മെറിറ്റ് സിസ്റ്റത്തിൻ്റെ കാവൽക്കാരൻ അല്ലേ? ഇന്ത്യയിലെ മെറിറ്റ് സിസ്റ്റത്തിൻ്റെ കാവൽക്കാരനാണ് ആര്? UPSC എന്ന് പറയുന്നത്. കേന്ദ്രത്തിൽ UPSCക്ക് സമാന്തരമായി സംസ്ഥാനത്ത് എന്തുണ്ട്? നമ്മളൊക്കെ പഠിക്കുന്നത് അല്ലേ? സ്റ്റേറ്റ് PSC ഇല്ലേ? സ്റ്റേറ്റ് PSC പ്രവർത്തിക്കുന്നുണ്ട്. ഇനി
അംഗങ്ങളുടെ നിയമനം കാലാവധിയെക്കുറിച്ച് പറയുന്നത്, അതായത് UPSC അംഗങ്ങളുടെ നിയമനത്തെയും കാലാവധിയെയും കുറിച്ച് പറയുന്ന അനുച്ഛേദം ഏതാ? അത് 316 അല്ലേ? അനുച്ഛേദം 316 അംഗങ്ങളുടെ UPSC അംഗങ്ങളുടെ നിയമനവും കാലാവധിയും കുറിച്ച് പറയുന്നത്. ഓക്കെ അല്ലേടാ? കിട്ടിയോ? ഓക്കെ ആണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ തൽക്കാലം ഞാൻ ഇന്ന് ഇത്രയും കൂടി നിർത്തുവാണ്. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഓക്കെ, അപ്പോൾ എല്ലാവരും ക്ലാസ്സുകൾ കണ്ട് പഠിക്കുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, ബൈ.